സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് തൃശൂരിലും കൊല്ലത്തും വോട്ട്. സുരേഷ് ഗോപിയുടെ ഭാരത് ഹെറിറ്റേജ് വീടിന്റെ മേൽവിലാസത്തിലാണ് തൃശൂരിൽ വോട്ട് ചേർത്തത്. സുഭാഷിന്റെ ഇരവിപുരത്തെ മേൽവിലാസത്തിലാണ് കൊല്ലത്ത് വോട്ട്. സുരേഷ് ഗോപിയുടെ അനുയായിയായ കോട്ടയം സ്വദേശിക്കും തൃശൂരിൽ വോട്ട്. കോട്ടയം പാലാ സ്വദേശി ബിജു പുളിക്കകണ്ടത്തിലും ഭാര്യയുമാണ് തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനും ഷമീർ അബ്ദുള്ളും ചേരുകയാണ്. ലെവിൻ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വലിയൊരു ബ്രേക്ക് അത് കൊണ്ടുവന്നത് ലെവിനാണ്. വലിയ ക്രമക്കേട് ഉണ്ടായി എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃത്യമായ വിവരങ്ങളാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടതും. ഇപ്പോൾ അതിലേറെ നിർണായകമായ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ. അഖില, നമ്മൾ കൊണ്ടുവന്ന വാർത്ത അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഓരോ മിനിറ്റിലും നമുക്ക് പുതിയ അപ്ഡേഷനായി നൽകാനുള്ള കാര്യം. ഇന്ന് RSS നേതാവായിട്ടുള്ള RSS നേതാവിൻ്റെ കുടുംബത്തിൻ്റെയും അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നമ്മുടെ പ്രതിനിധി കൊല്ലത്ത് നിന്നും സുഭാഷ് ഗോപിയുടെയും സുരേഷ് ഗോപിയുടെ സഹോദരനായിട്ടുള്ള സുഭാഷ് ഗോപിയുടെയും അടക്കമുള്ള വിവരങ്ങൾ വരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ പാലായിലുള്ള സുരേഷ് ഗോപിയുടെ കടുത്ത അനുയായിയായിട്ടുള്ള ബിജു പുളിക്കക്കണ്ടത്തിൻ്റെ അടക്കം വോട്ടുകൾ ഇവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഷാജി വരവൂർ എന്ന RSS നേതാവ് BJPയുടെ സജീവ പ്രവർത്തകനാണ്, RSSന്റെ പ്രവർത്തകനാണ്. ഭാരതീയ വിചാര കേന്ദ്രം എന്ന BJP RSS അനുകൂല സംഘടനയുടെ തൃശൂർ മേഖലാ സെക്രട്ടറിയാണ്. അങ്ങനെയുള്ള നിരവധി പദവികളിൽ ഇരിക്കുന്ന ആൾക്ക് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വരവൂർ പഞ്ചായത്തിലെ 8ാം വാർഡിൽ വോട്ടുണ്ട്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതേ സമയത്ത് തന്നെ തൃശൂർ കോർപ്പറേഷനുള്ളിലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിനുള്ളിലെ പൂങ്കുന്നം ഡിവിഷനിലെ 37ാം നമ്പർ ബൂത്തിൽ വോട്ടുണ്ട്. ഈ ഷാജി വരവൂറിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മാതാവ്, അങ്ങനെയുള്ള 3 ആളുകൾക്കാണ് ഇത്തരത്തിൽ വോട്ട് ചേർക്കപ്പെട്ടത് എന്ന് നമുക്ക് തെളിവുകളോടെ നൽകാൻ സാധിക്കുന്ന വിവരം. തൊട്ടു പിന്നാലെയാണ് പാലാ നഗരസഭയിൽ, കോട്ടയം ജില്ലയിൽ പാലാ നഗരസഭയിലെ 13ാം ഡിവിഷനിലായ മുരിക്കും വയലിലെ വോട്ടറായിട്ടുള്ള സുരേഷ് ഗോപിയുടെ അനുയായിയായിട്ടുള്ള ബിജു പുളിക്കക്കണ്ടത്തിലും ഭാര്യ സിബിലിനും ഇവിടെ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചേർക്കപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ഇന്ന് സ്ഥിരീകരിച്ച് നൽകാനാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFന്റെ ഇലക്ഷൻ ചീഫ് ഏജന്റായിരുന്ന KP രാജേന്ദ്രൻ, സംസ്ഥാനത്തെ മുൻ മന്ത്രിയാണ്, CPIയുടെ ദേശീയ സമിതി അംഗമാണ്, ഇന്ന് നമ്മളോട് പ്രതികരിച്ച കൃത്യമായ ആരോപണങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ കൂടി സംശയ നിഴലിൽ നിർത്തുന്നതാണ്. രേഖാമൂലം പരാതി നൽകുകയും ആ പരാതി ഒപ്പിട്ട് സ്വീകരിക്കുകയും പരാതിയിന്മേൽ നടപടിയെടുക്കും എന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടും ഇലക്ഷൻ കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ആരോപണം നിഷേധിക്കുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു നിഷേധാത്മക സമീപനം പത്രക്കുറിപ്പ് പുറത്തിറക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ വസ്തുത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് KP രാജേന്ദ്രൻ പറയുന്നു. അങ്ങനെ നിരവധിയായ തെളിവുകൾ, നിരവധിയായ ആരോപണങ്ങളൊക്കെ ഈ വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തൃശ്ശൂരിൽ BJPയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പിന്തുണച്ചവർ, അദ്ദേഹത്തിന് പിറകെ നടന്ന ആളുകളൊക്കെ ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. കാരണം ഇത്ര വലിയൊരു ക്രമക്കേട് ജനാധിപത്യ വ്യവസ്ഥിതിയെ, ജനാധിപത്യ സംവിധാനത്തെയൊക്കെ അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു വലിയ ക്രമക്കേട് നടക്കുമ്പോൾ അതിന് മറുപടി നൽകേണ്ട ബാധ്യത കൂടി ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. ഏതായാലും BJP നേതൃത്വം, BJPയുടെ സംഘപരിവാർ നേതൃത്വം ഒക്കെ മൗനം പാലിക്കുകയാണ്. അവർക്ക് ഇക്കാര്യത്തിൽ ഒരു മറുപടി ഇല്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. അഖില. ശരി ലെവിൻ, ഷമീർ അബ്ദുള്ള കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷമീർ, ഇത് സംസ്ഥാന വ്യാപകമായി തൃശ്ശൂരിലേക്ക് വോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൊല്ലത്തു നിന്നുമുണ്ട്. സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും കൊല്ലത്തും തൃശ്ശൂരിലും വോട്ടുണ്ടെന്ന കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി പറയും. അഖില, സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും സുഭാഷ് ഗോപിയുടെ ഭാര്യ റാണി സുഭാഷ് ഗോപിക്കുമാണ് വോട്ടുള്ളത്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇരേപുരം അസംബ്ലിയിലെ 84ാം ബൂത്തിലാണ് ഇത്തരത്തിൽ ഇവർക്ക് വോട്ടുള്ളത്. ക്രമനമ്പർ 1116, ക്രമനമ്പർ 1114 എന്നീ 2 ക്രമനമ്പറുകളിലായിട്ടാണ് ഇവർക്ക് വോട്ടുള്ളത്. അതായത് ഇവർ തൃശ്ശൂർ വോട്ട് ചെയ്ത അതേ സമയത്ത് തന്നെ കൊല്ലത്തും ഇവർക്ക് വോട്ടുണ്ടായിരുന്നു. പക്ഷേ കൊല്ലത്ത് ഇവർ വോട്ട്
ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അവർ തൃശ്ശൂർ എന്തായാലും വോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ 2025 ഇറങ്ങിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ ലിസ്റ്റിലും അതുപോലെ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ ലിസ്റ്റിലും ഇവർക്ക് പേരുണ്ട് എന്നുള്ളതാണ് നമ്മൾ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് പ്രകാരം ഇത് തെറ്റായ കാര്യമാണ്. ആരെങ്കിലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയാൽ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയും. എന്തായാലും ഇരട്ട വോട്ട് സുഭാഷ് ഗോപിക്കും കുടുംബത്തിനും ഉണ്ട് എന്നുള്ള കൃത്യമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഖില. ശരി, ഷമീർ അബ്ദുള്ളും ലെവിൻ കെ വിജയനുമാണ് വിശദമായ റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് നമ്മളുമായി പങ്കുവച്ചത്.